സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങൾ ഒരിക്കലും തിരികെ വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല. മനുഷ്യരുടെ സ്വഭാവം 2 തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. ലോകത്ത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപഴകുന്ന സൗഹൃദങ്ങൾ. ആരോടും സ്നേഹം അഭിനയിക്കരുത്. അത് തകർക്കുന്നത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരിക്കും. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നാം പലരെയും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ നാവിൽ നിന്ന് നാം ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ച് തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മൾ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. സമ്പത്തിൻ്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്: സമാധാനം. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട്: വിശ്വാസം. ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്: നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2 തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ നേരിടുന്നു. ഒന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവയാണ്, മറ്റൊന്ന് നമ്മളെ എന്നേക്കുമായി മാറ്റാൻ കഴിയുന്നവയാണ്. സത്യത്തിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അവരുടെ സാന്നിധ്യം ഇല്ലാതെ ആയാൽ പോലും വലിയ വിഷമമുണ്ടാവില്ല. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, ആ സ്വപ്നങ്ങൾക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്. യഥാർത്ഥ സ്നേഹം തിരിയും തീരവും പോലെയാണ്. പിണങ്ങിയാലും പോയാലും വീണ്ടും വീണ്ടും നെഞ്ചിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും പിരിയാതെ.